ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് നൈറ്റി വിറ്റുകൊണ്ടാണ് കേട്ടോ അടിപൊളി കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ രണ്ടായി മടക്കിയിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഇഞ്ച് ആ ഒരു മടക്ക് വശത്തിൽ നിന്ന് ഫുൾ ലെങ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ XL സൈസിനുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് റിപ്ലൈ തരുന്നതായിരിക്കുമേ. അപ്പോൾ ഇതാ നമ്മൾ 6.5 ഇഞ്ച് ഷോൾഡറും അതിൽ ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ആം ഹോള് 6.5 തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വെയ്സ്റ്റ് ലെങ്ത്താണ്. അത് നമ്മളൊരു 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു 15 ഇഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ വെയ്സ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെയ്സ്റ്റ് പോയിൻറ്റും ചെസ്റ്റ് പോയിൻറ്റും നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു മാർക്കിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ആ ഒരു വെയ്സ്റ്റ് പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഫുൾ വിഡ്ത്ത് താഴത്തേക്ക് നമ്മളൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു എൻഡിൽ നിന്ന് നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോള് വരച്ചെടുക്കാം. ഇത് ആക്ച്വലി ബാക്ക് ആം ഹോളാണ് കേട്ടോ. ഞാനിവിടെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ലേസ് ഫാബ്രിക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്കൊരു 13 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു 13 ഇഞ്ചിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു 1.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്തും ആ ഒരു പോയിൻറ്റും നമുക്കൊന്ന് ചേർത്ത് വരച്ചെടുക്കാം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കതൊന്ന് വരച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ട് വേണം നമ്മൾ ആ ഒരു പോയിൻ്റ് ആ ഒരു മാർക്കിങ്സ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ ഒരു മെഷർമെൻറ്റ്സിൽ വെച്ചിട്ട് ആം ഹോളും ബോഡി അളവുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് നെക്ക് നമ്മളൊരു 3.5 ഇഞ്ച് ലെങ്ത്തിലും 3.5 ഇഞ്ച് തന്നെ വീതിയിലും നമ്മളൊന്ന് ബാക്ക് നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ആ ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് തയ്ച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു പ്ലീറ്റിൽ നിന്ന് നമ്മുടെ ഷോൾഡർ ലെവൽ വരെ ഇതേപോലെ ലേസ് തയ്ച്ച് കൊടുക്കുക കേട്ടോ. 2 വശത്തും ഞാൻ 1.5 ഇഞ്ച് വിട്ടുള്ള ലേസ് എടുത്തത് കൊണ്ടാണ് നെക്ക് പോർഷനിൽ നിന്ന് 1.5 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആ 2 ലേസും നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ പോർഷനും നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പ്ലീറ്റ് വശം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ച് ലെങ്ത്തുള്ള ഫാബ്രിക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ നമ്മൾ 7 ഇഞ്ചസ് ആണ് കവർ ചെയ്യുന്നത്. ബാക്കി പോർഷൻ ഞാൻ ലേസ് വെച്ചാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒന്ന് ചേർത്ത് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കാം.
അതിനവിടെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ക്രോസ് പീസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ്ങും ജോയിനിങ്ങും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മളെങ്ങനെയാണ് സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈസ് ഒന്ന് കമൻറ്റിൽ എഴുതാട്ടോ. നമ്മൾ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ മെഷർമെൻറ്റ്സ് തരാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.